ശ്രീമതി കെ പി ശശികല ടീച്ചർ, കോടതി എണ്ണി എണ്ണി പറഞ്ഞും ചോദിച്ചും രൂക്ഷമായി വിമർശിച്ചതോടെ ഒരിക്കൽ കൂടി വീണുടഞ്ഞോ CPM-ന്റെ കപട വിശ്വാസമുഖം? CPM-ന്റെ കപട വിശ്വാസമുഖം അത് വീണടിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. അവർ വിശ്വാസികളല്ല എന്ന് അവരെക്കാൾ നന്നായി പൊതുസമൂഹത്തിന് മനസ്സിലായിട്ട് പതിറ്റാണ്ടുകളായി. കാരണം അവരുടെ എന്താണ് അവരുടെ ജനിതക വിശ്വാസവുമായി ബന്ധപ്പെട്ടവരുടെ ജനിതക സ്വഭാവം എന്ത് എന്ന് ആർക്കും അറിയാൻ പാഴൊരു പഠിപ്പരെ പോയി വാരി വെച്ച് വെക്കുന്നുണ്ട്. അതിന് ഒരുപക്ഷെ കോടതി വിധി ആവശ്യവുമല്ല. ഈ കോടതി വിധിയെ സംബന്ധിച്ച് പറയാനുള്ളത്, കാരണം ഇത് കോടതി ഒക്കെ ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂണാണ് കോടതിയൊക്കെ. ആ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ കോടതി വിധിയെ ഭയമുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ആർക്കും അറിയാം. ഇത്തരം ഒരു തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അത് കോടതിയിൽ പോയാൽ തീർച്ചയായും കോടതി അതിനെ എടുത്തിട്ട് അലക്കും എന്നുള്ളത് നിയമത്തിന്റെ ബാലപാഠം അറിയാവുന്നവർക്കറിയാം. കാരണം അത് വിശ്വാസികളുടെ സ്വകാര്യ ഇടമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു. അതൊരു പൊതുസ്ഥലമല്ല, ഒരു പൊതുസ്ഥലമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല. അത് വിശ്വാസികളുടെ ഒരു സ്വകാര്യ ഇടം. അവർക്ക് അവരുടേതായ സംവിധാനം അനുസരിച്ച് അവർക്ക് അവരുടെ ദൈവത്തെ അറിയാനും അതിൽ അല്പസ്വല്പം ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്താനുള്ള ഒരു സ്വകാര്യ ഇടമാണ്. അവിടെ കയറി ഇതുപോലെയുള്ള പാർട്ടി തെമ്മാടിത്തരം കാണിക്കുമ്പോൾ തീർച്ചയായും കോടതി എടുത്തിട്ട് അലക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM ചെയ്തത്. ഒരുപക്ഷെ ഈ വിധിയിൽ CPM-ന് ഒരു ഞെട്ടലും ഉണ്ടാവില്ല. കാരണം അവരിതൊക്കെ പ്രതീക്ഷിച്ചത്. അവർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഇത്തരം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അവർ ആഗ്രഹിക്കുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം ഇന്നത്തെ ഒരു സംവിധാനത്തില്, രാഷ്ട്രീയ സംവിധാനത്തില് തങ്ങള് സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിക്കേണ്ടത് അവർക്ക് ആവശ്യം. കാരണം എന്നാൽ മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയമായ ബന്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇത്തരം പൊറോട്ട് നാടകങ്ങൾ കളിക്കുന്ന സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ അത് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അവരെ രഹസ്യമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സനാതന ധർമ്മത്തെ ഇല്ലാതാക്കൽ തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത്. അപ്പോ അതിനുവേണ്ടി അവർ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നടത്തുമ്പോൾ കോടതിയുടെ തട്ടോ മുട്ടോ കൊടുത്താലൊന്നും അത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. കാരണം കോടതിയൊക്കെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ളതാണ്, മര്യാദക്കാർക്കുള്ളതാണ്. മര്യാദ ഇല്ലാത്തവർക്ക് എത്ര വട്ടം കോടതി എടുത്തിട്ട് അലക്കിയാലും എത്ര വട്ടം ജയിലിൽ പോയാലും മടിയില്ലാത്തവരില്ല. വീണ്ടും വീണ്ടും രാവിലെ ജയിലിൽ നിന്ന് വിട്ടാൽ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നവർക്ക് അങ്ങനൊരു മാന്യതയില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം പറ്റാത്തൊരു സ്ഥലമാണ് എന്നൊരു തോന്നലില്ല. അപ്പൊ മാന്യതയോ ജനാധിപത്യ ബോധമോ തൊട്ട് തീണ്ടാത്ത CPM-നെ പോലൊരു പ്രസ്ഥാനം, അവര് മൂട്ടിൽ ആല് കെളുത്താൽ അതും കാണാൻ നല്ല ചേല് എന്ന് പറഞ്ഞാലിരിക്കുന്നത്. അപ്പൊ കടയ്ക്കൽ സംഭവത്തില് അവരാഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ എന്ന് തോന്നുന്നു. കാരണം എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നവകേരള സദസ്സിന്റെ വേദി അവിടെ ഒരുക്കിയതാണ്. അത് ഇതേപോലെ തന്നെ കോടതി തന്നെയാണ് അത് അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റിയത്. അതുപോലെ തന്നെ നമുക്കറിയാം പല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്ര സനാതന ധർമ്മത്തെ നിന്ദിക്കുന്ന എത്രയെത്ര പരിപാടികൾക്ക് അവർ ഒപ്പുകൂട്ടി. ഇതേ കൊല്ലത്തല്ലേ മുഖത്തല ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുന്നില് ഭഗവാന് പ്രശ്നം കാണിച്ചുകൊണ്ട് വളരെ വലിയ രൂപത്തിൽ ഭഗവാനെ മറക്കുന്ന വിധത്തിൽ ഗോവിന്ദന്റെ മറ്റേ ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അപ്പൊ ക്ഷേത്രത്തിനകത്ത് അതേപോലെ തന്നെ പിന്നെ അവരുടെ രാഷ്ട്രീയത്തെ കാണിക്കുന്ന ബോർഡുകൾ വെച്ചപ്പോൾ അത് എടുത്തിടാൻ വന്നപ്പോൾ അവരുദ്ദേശിച്ച അവരുടെ ലക്ഷ്യം നടന്നു. കാരണം അവരുടെ ലക്ഷ്യം നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലൊരു സാഹചര്യത്തിൽ ആരാണ് ചാമ്പ്യൻഷിപ്പ് നേടുക, സനാതന ധർമ്മത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ആരാണ് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നൊരു മത്സരമാണ് നടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിശ്വാസികളെ ശരിക്കും പറഞ്ഞാൽ അപമാനിക്കും വിധത്തിലൊരു നടപടി അവിടെ ചെയ്യുന്നത്. ഒരു പാട്ട് എന്തു പാടി എന്നുള്ളതിനപ്പുറത്ത് ആ ഒരു അന്തരീക്ഷം മൊത്തം നോക്കുക നമ്മൾ. അതൊരു ക്ഷേത്രത്തിന് പറ്റുന്ന അന്തരീക്ഷമായിരുന്നു. ഒരു പാർട്ടി വേദിക്ക് അത് ഇണങ്ങുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ മാതിരി കിട്ടുന്ന വേദിയിലൊക്കെ ഇത്തരത്തിൽ കാണിക്കുന്നതാണോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? ഇത്ര ചീപ്പായ ഒരു സാധനമാണോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയ മതത്തിലും മതം രാഷ്ട്രീയത്തിലും ഇടപെടരുത് എന്നുള്ള ഒരു ആരോഗ്യകരമായ ഒരു അകൽച്ച അത് ആവശ്യമല്ലേ? അപ്പൊ മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നവർ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോയി മതത്തിൽ ഇടപെടിയിക്കാമോ? അപ്പൊ അതുകൊണ്ട് എന്ത് നേട്ടമാണ് CPM-ന് കിട്ടുന്നത്? അവിടെ ഇത്തരത്തിൽ അലോഷിയെ പോലുള്ള ഒരാളെ കൊണ്ട് വിപ്ലവഗാനം പാടിച്ച് പാർട്ടി പതാകകള് അല്ലെങ്കിൽ പാർട്ടി സൂക്തങ്ങളൊക്കെ വരുമ്പോൾ ഒരു വോട്ടെങ്കിലും അതിന്റെ പേരിൽ കിട്ടും. കയ്യിലുള്ള വോട്ട് പോവുകയില്ലുള്ളൂ. അപ്പോ ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന നേട്ടം അവിടെയുള്ള വിശ്വാസികളെ അവരെ കണക്കിലെടുത്തുകൊണ്ടല്ല, മറിച്ച് പുറത്തൊരു വിഭാഗമുണ്ട്. കേരളത്തിലെ സാഹചര്യത്തിൽ അവർ കുറച്ച് പ്രബലരാണ്. സനാതന ധർമ്മത്തെ അടിക്കുന്നവർക്ക് പിന്താങ്ങാൻ വേണ്ടി ആ വിഭാഗം പ്രബലരാണ് എന്നതുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിട്ടാൽ മറ്റൊരു ക്ഷേത്രത്തിൽ. ഇവിടെ ഈ തെമ്മാടത്തിലെ DYFIയുടെ കൊടിയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ കാണിക്കുന്നവർക്ക് കാവ്യ കാണുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു നിറം കാണുന്നത് പോലും അലർജിയാണ്. അത് ഹൈന്ദവ സംഘടനകളുടെ നിറവൊന്നുമല്ല. ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരാണ്, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അവർക്ക് മറ്റൊരു നിറത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഹൈന്ദവ സംഘടനകളുടെ കൊടിയല്ല ക്ഷേത്രങ്ങൾ വീശുന്നത്. BJPയുടെ കൊടി വീശുന്നുണ്ടെങ്കിൽ തെറ്റാണ്, ഹിന്ദു ഐക്യവേദിയുടെ കൊടി വീശുന്നുണ്ടെങ്കിൽ തെറ്റാണ്, സംശയമൊന്നും വേണ്ട. അത്തരത്തിൽ കണ്ടാൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ അങ്ങനെ എവിടെയുണ്ടെങ്കിൽ ഹിന്ദു ഐക്യവേദി അത്തരത്തിൽ ചെയ്യരുത് എന്ന് തന്നെ ഞങ്ങൾക്ക് അതിൽ കർശനമായ ഒരു, കാരണം അതൊരു അച്ചടക്കം ആവശ്യമാണ്.
അവിടെ കാവ്യ പതാക ആവശ്യമാണ്. അത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാവ്യ അലങ്കാരമോ കാവ്യ പതാകയോ അത് ആകട്ടെ, പക്ഷെ ഒരു സംഘടനയുടെ പതാകയുടെ ആവശ്യം ഇവിടെ കാണിക്കുന്നത് ഇത് രണ്ടും തുല്യമാണ് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ഒക്കെ കൊടി കൊണ്ടുപോയി കാണിക്കുമ്പോൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അവരെ പോലെ ഇതുപോലെ മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയം മാത്രമാണ് എന്നൊരു ധാരണ സമാജത്തിൽ ഉണ്ടാക്കാനാണ് ഒരു പരിശ്രമം. 10,000-കണക്കിന് വർഷത്തെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഏറെ അറിവുകളുള്ള ഒരു ധർമ്മത്തെ കേവലം ഇന്നലെ പൊട്ടിമുളച്ച ഒരു സംഘടനയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ അവർ അശ്രാന്തമായി പരിശ്രമിക്കുന്നു. പക്ഷെ അവർ വിജയിക്കില്ല. അങ്ങനെ വിജയിക്കുമായിരുന്നെങ്കിൽ റഷ്യയിൽ കമ്മ്യൂണിസം വിജയിക്കേണ്ടായിരുന്നു. വിദ്യാലയങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാഠ്യപദ്ധതി പഠിപ്പിച്ചിരുന്നു. തൊട്ട എല്ലാ ഭാഗങ്ങളിലും കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ നോക്കിയിരുന്നു. ആ കമ്മ്യൂണിസം പഠിച്ചവർ തന്നെയാണല്ലോ അതിന്റെ കത്ത് കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിലാകട്ടെ, വിദ്യാലയങ്ങളിലാകട്ടെ, പാഠ്യപദ്ധതിയിലാകട്ടെ, കിട്ടിയ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസത്തെ തിരികെ കയറ്റിയാൽ അതിന്റെ അനന്തരഫലം ലോകത്തെ മറ്റെല്ലായിടത്തും എന്താണോ സംഭവിച്ചത് അതുപോലെ ഈ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസത്തെ തൂത്ത് പുറത്തിടും. അതിന് എത്ര നാളിനി മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നോക്കാനുള്ളൂ. വളരെ പ്രസക്തമായ ഒരു വരിയാണ്.